നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാവുകയാണ്. 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPM ധാരണയിലെത്തിയതിന് പിന്നാലെ CPIയും 4 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിലെത്തി. അന്തിമ തീരുമാനം 26-ന് സംസ്ഥാന നേതൃയോഗത്തിലുണ്ടാകും. സിറ്റിംഗ് MPമാർ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ്. UDF സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് കൺവീനർ MM ഹസനും പറഞ്ഞു. തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിയപ്പോൾ ആറ്റിങ്ങലിൽ V മുരളീധരൻ ഉറപ്പിച്ചു. എന്നാൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJPയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ഒരുക്കത്തിൽ മുന്നിലാര്? സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPMനെ പ്രതിനിധീകരിച്ച്, ശ്രീ മിജേഷ് അരവിന്ദ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ P കൃഷ്ണദാസ് BJPയെ പ്രതിനിധീകരിച്ച്. ആദ്യം ശ്രീ അരുൺകുമാർ, CPMനെ സംബന്ധിച്ച് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. CPIയും അവരുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഔദ്യോഗിക തീരുമാനങ്ങൾ 26, 27 തീയതികളിൽ പ്രതീക്ഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ മുന്നിലെത്തുക, അവിടെ കളം പിടിക്കുക, അതൊരു അഡ്വാൻറ്റേജ് ആക്കുക, അതാണോ ലക്ഷ്യം? ഇവിടെ CPMന്റെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെയുമെല്ലാം 27-ാം തീയതി മാത്രമേ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കൂ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും എല്ലാം നടക്കുകയാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റിന് അഭിമുഖീകരിക്കേണ്ടി വന്ന പലതരത്തിലുള്ള അവഗണനയും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഉപരോധവും അതുപോലെ ഗവർണർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ദേശീയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെല്ലാം ജനങ്ങളുടെ മുന്നിൽ സജീവമായിട്ടുള്ള ചർച്ചയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 8-ാം തീയതി ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെ അല്ലെങ്കിൽ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയങ്ങൾക്കെതിരെ നടന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ 14ഓളം വരുന്ന കക്ഷികളെ അണിനിരത്താൻ കഴിഞ്ഞു. മറ്റ് 2 മുഖ്യമന്ത്രിമാർ, കേരള മുഖ്യമന്ത്രിയെ കൂടാതെ 2 മുഖ്യമന്ത്രി, അതുപോലെ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തു. വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്തും കേരളത്തിലും ഉള്ളത്. അന്ന് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും കേരളത്തിൽ നിന്ന് തന്നെ ഒരു പ്രധാനമന്ത്രി വരാൻ പോകുന്നു എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണം, പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിന്റെ സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അന്നുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇവിടെ കൃത്യമായി അന്ന് BJP ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വലിയ ശ്രമം നടത്തി BJPക്കെതിരായിട്ടുള്ള വോട്ട് ജനങ്ങൾ രേഖപ്പെടുത്തിയെങ്കിലും അത് കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കാൻ, UDFിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ അന്ന് UDFന് കഴിഞ്ഞു, ഈ കേരളത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി എന്ന പ്രചരണത്തിന്റെ ഭാഗമായി. എന്നാൽ ഇന്നും BJP ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന, ഭരണഘടനയെ തകർക്കുന്ന, മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ തകർക്കുന്ന ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ ജീവിത രീതി കൂടുതൽ ദുർബലമാക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ BJPക്കെതിരെ ദേശീയ തലത്തിലുള്ള വലിയ വികാരം വോട്ടായി മാറുകയും ആ വോട്ടിനെ പരമാവധി ഇടതുപക്ഷത്തിന് അനുകൂലമായി കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭമായാലും, യുവജനങ്ങൾ രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ, കർഷകർ നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം, അത് ലോങ് മാർച്ച് മുതലെടുത്താൽ നിരവധി പോരാട്ടങ്ങളാണ് കർഷകർ ഉയർത്തിക്കൊണ്ടുവന്നത്. തൊഴിലാളി വർഗം നടത്തുന്ന പോരാട്ടങ്ങൾ, സ്ത്രീ സംവരണ ബില്ലെന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ പറ്റിക്കാൻ നോക്കുന്ന നയങ്ങൾക്കെതിരെ, ഭാവിയിൽ എങ്ങും വരാൻ സാധ്യതയില്ലാതെ ബില്ല് നടപ്പാക്കി എന്നുള്ള പ്രചരണത്തിനെതിരായിട്ടെല്ലാം മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചരണമെല്ലാം രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്ക് വലിയ തരത്തിലുള്ള അംഗീകാരം കിട്ടും. അതുപോലെ തന്നെ ദേശീയ നയത്തിനെതിരെ പ്രത്യക്ഷമായിട്ടുള്ള സമരം അത് പാർലമെന്റിനകത്തായാലും പുറത്തായാലും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് ജനങ്ങളുടെ മുന്നിൽ വലിയ അംഗീകാരം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വലിയ തരത്തിൽ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾ അണിനിരത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കും. നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അവ കൂടുതൽ വിശദീകരിക്കുന്ന തരത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നല്ല ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലായിരിക്കും പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. ശ്രീ KS അരുൺകുമാർ, എന്തുകൊണ്ടാണ് 2019 സാഹചര്യമല്ല
ഇപ്പോഴത്തേത് എന്ന് താങ്കൾ പറയുന്നത്? എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത എന്നതാണ്. ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2019 നിന്ന് നിങ്ങളുടെ സാധ്യതകൾ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? രണ്ടായിരത്തി 2019 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് വളരെ സജീവമായിട്ടുള്ള ചർച്ച നമ്മുടെ രാജ്യത്ത് നടന്നത് നോട്ട് നിരോധനം, അതുപോലെ തന്നെ GST സൃഷ്ടിച്ച പ്രശ്നങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കം രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ നന്നായി തന്നെ സജീവമായിട്ടുള്ള ചർച്ചയായിരുന്നു അന്ന്. പക്ഷേ 2019 ഫെബ്രുവരി മാസം 14 പുൽവാമയിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് അന്നുവരെ ചർച്ച ചെയ്ത വിഷയങ്ങൾ മുഴുവൻ ദേശീയത എന്ന ഒറ്റ മുദ്രാവാക്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ BJPക്ക് കഴിഞ്ഞു. 2019 ഫെബ്രുവരി പകുതിക്ക് ശേഷം മാർച്ച് ഏപ്രിൽ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ആ പുൽവാമ മാത്രമായിരുന്നു ചർച്ച, അതിന്റെ പ്രത്യാക്രമണമായിരുന്നു ചർച്ച. അപ്പോൾ അതുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ BJPക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാധ്യമങ്ങളുടെ വായടച്ച് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റു വിഷയങ്ങൾ ചർച്ചയാക്കാതെ മുന്നോട്ട് പോകാൻ BJPക്ക് കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ആണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വയനാട്ടിൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു. അത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഉയർത്തി കാണിക്കപ്പെടുന്നു. വലിയ പ്രചരണം അതിന് കിട്ടുന്നു. ശബരിമല അടക്കമുള്ള സാഹചര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് താങ്കൾ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്തവണയും രാഹുൽ വയനാട്ടിൽ തന്നെ ആയിരിക്കും മത്സരിക്കാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെടുത്തി താങ്കൾ പറഞ്ഞ സാഹചര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്നതാണ്. യെസ്, അത് പക്ഷേ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അന്ന് 18 സീറ്റ്, അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് 19 സീറ്റും UDFന്, 1 സീറ്റ് LDFനായിരുന്നു. പിന്നീട് മാണി കോൺഗ്രസ് LDFന്റെ ഭാഗമായി മാറിയപ്പോൾ 18-2 ഈ 18 കോൺഗ്രസിന്റെ UDFന്റെ MP-മാർ ഈ കഴിഞ്ഞ 5 വർഷമായി ഈ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. ഈ ജനങ്ങൾ 18 പേരെ അല്ലെങ്കിൽ 19 പേരെ ജയിപ്പിച്ച് വിട്ടിട്ട് കഴിഞ്ഞ 5 വർഷം ഈ കേരളത്തിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ അവർ എന്ത് പോരാട്ടം നടത്തി, എന്ത് ആവശ്യപ്പെട്ട് നേടിയെടുത്തു, കേരളത്തിന് എന്ത് ഗുണം കിട്ടി എന്നത് ഗൗരവമായി ജനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നും കേരളത്തിന് കിട്ടിയിട്ടില്ല. ഒരു തരത്തിലും കേരളത്തിന് ഒരു നേട്ടമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേരളത്തിന്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടോ കേരളയിൽ അടക്കമുള്ള ഭാവി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ തിരിച്ചെത്താം. അതിലേക്ക് നമുക്ക് വിശദമായി പിന്നീട് ഒരു ഘട്ടത്തിൽ കടക്കാം. ശ്രീ അരുൺ, ഇപ്പോൾ നിജേഷ് അരവിന്ദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ നിജേഷ്, ഇവിടെ ഇപ്പോൾ സിറ്റിംഗ് MP-മാർ മത്സരിക്കണം എന്ന ഒരു ധാരണ കോൺഗ്രസിനുള്ളിൽ ആദ്യം മുതൽ തന്നെ ഉണ്ട്. അത് നടപ്പാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് വെച്ച് താമസിപ്പിച്ചു. അതിൽ പലർക്കും മത്സരിക്കേണ്ട എന്ന ഒരു ആഗ്രഹമുണ്ട്. വേണമെങ്കിൽ ഒരു സീറ്റ് ഘടകകക്ഷികൾക്ക് ആർക്കെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ട് അത് തൻ്റെ ബാധ്യത അല്ലാതാക്കണം എന്ന രീതിയിൽ പോലും ചിന്തിക്കുന്നവരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊരു തീരുമാനമായില്ല. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ്, ആദ്യം കളത്തിലിറങ്ങാനുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങളായി തന്നെ നിങ്ങളുടെ ആസൂത്രണക്കുറവ് മൂലം വൈകിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 6 മാസമായി. ആര് സ്ഥാനാർത്ഥിയായാലും എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണമോ ആ മുന്നൊരുക്കങ്ങളിലൊക്കെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള കൃത്യമായ രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 മാസമായി കേരളത്തിൽ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഓരോ മണ്ഡലത്തിലും വന്ന് ഞങ്ങളുമായി, അതായത് അതിൻ്റെ 2ാം കിട 3ാം കിട നേതാക്കന്മാരുമായി ആശയ സംവാദം നടത്തി തെരഞ്ഞെടുപ്പിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഞങ്ങൾ 20 ഔട്ട് ഓഫ് 20 ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള അരുൺകുമാറിന് വാദത്തിന് വേണ്ടി പറഞ്ഞ MP-മാർക്കെതിരെയുള്ള വികാരം ഉണ്ട് എന്ന് അരുൺകുമാർ പറയുന്നത് ആശ്വസിക്കാനായിരിക്കാം. അങ്ങനൊരു കാര്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. MP-മാരുടെ പ്രവർത്തനം ഒരു ജനകീയ MP-മാരാണ് ജയിച്ച ആളുകളൊക്കെ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ സമയത്ത് UDF പാനലിൽ നിന്ന് ജയിച്ച MP ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് 18+1 എന്ന് അരുൺകുമാർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ല. വളരെ
വളരെ വിജയ പ്രതീക്ഷയോടുകൂടി 20 സീറ്റിലേക്ക് ഞങ്ങൾ മത്സരിക്കുകയാണ്. ഒരു അഡ്വാൻറ്റേജും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങി. 2 ബൈ ഇലക്ഷനിൽ ഞങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ ആ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും നിങ്ങളുടെ സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായി ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഏറ്റവും ആദ്യം കളത്തിലിറങ്ങി അങ്ങനെ പ്രചരണത്തിലേക്ക് പോവുക എന്നതായിരുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ നേടാനും അതുപോലെ ഒരു റിസൾട്ട് ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലും സാധ്യമാകുമായിരുന്നു. സിറ്റിംഗ് എംപിമാരെല്ലാം മത്സരിക്കണം എന്നൊരു തീരുമാനം, ഒരു ധാരണ ആദ്യം തന്നെ ഉടലെടുത്തതാണ്. പക്ഷേ അത് വെച്ച് താമസിപ്പിച്ചു. ഇതിപ്പോൾ CPM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ ധാരണ പുറത്തു വന്നിരിക്കുകയാണ്. അവർ ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടാണ് ഉണ്ടാവുക. നോക്കൂ, ഇനി അതിനനുസരിച്ച് ഒരു പുനർവിചിന്തനം കൂടി വരുത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണോ നിങ്ങൾ നീങ്ങുന്നത്? നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ആ അഡ്വാൻറ്റേജ് നിങ്ങൾ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിച്ചതിലൂടെ വരുത്തുകയാണ്. നിങ്ങൾ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് സഞ്ചരിക്കുക. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പറ്റി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സന്ദേഹമുണ്ടോ എന്ന് നിങ്ങളൊന്നൊരു പരിശോധന, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ സ്ഥലത്തും പോകാറുണ്ടല്ലോ, അതുപോലെയൊരു യാത്ര കേരളത്തിലൂടെ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സംശയത്തിൻ്റെ മുന അവിടെ ഒടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കോ ജനങ്ങൾക്കോ ആകാംക്ഷയില്ല. എന്തിന്, ഞങ്ങളുടെ ഓപ്പോണൻ്റായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പറ്റി വളരെ വ്യക്തമായ ധാരണയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ 2ാമത്തെ മണിക്കൂറിൽ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ തവണയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് നഷ്ടപ്പെടുത്തിയിട്ടില്ല. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. ഇലക്ഷൻ്റെ പ്രഖ്യാപനം എന്ന് കഴിഞ്ഞ തവണയാണെങ്കിൽ മാർച്ച് 2ാമത്തെ ആഴ്ചയാണ് പ്രഖ്യാപനം വന്നത്. ഇത് ഫെബ്രുവരിയുടെ 2ാമത്തെ ആഴ്ചയാണ്. വരട്ടെ, ഒരു മാസത്തിനടുത്ത് അല്ലെങ്കിൽ 20 ദിവസത്തേക്ക് സമയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രചരണ ജാഥ 29-നാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഞങ്ങളുടെയൊക്കെ കോൺസെൻട്രേഷൻ സമരാഗ്നിയുമായി ബന്ധപ്പെട്ടാണ്. സമരാഗ്നി കഴിയുന്നതോടുകൂടി ചിത്രം വ്യക്തമാവും എന്നതിൽ സംശയം. ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ UDF-നെ സംബന്ധിച്ചാണെങ്കിൽ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല. പക്ഷേ അവരുടെ കാര്യത്തിൽ ധാരണയുണ്ട്. സിറ്റിംഗ് എംപിമാർ മത്സരിക്കുക എന്നൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടക്കാം. CPM-ന്റെയും CPI-യുടെയും കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇവിടെ BJP-യെ സംബന്ധിച്ച് തൃശ്ശൂരും ആറ്റിങ്ങലും ഒഴിച്ചാൽ മറ്റിടത്തൊക്കെ ആര് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. 27-ന് മോദി തിരുവനന്തപുരത്ത് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിന് മുന്നോടിയായെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ? BJP-യുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഒന്ന്, BJP പാർലമെന്ററി ബോർഡ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ സാധാരണ നിരക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങുക എന്നുള്ള നയമാണ് നേരത്തെയുമുള്ളത്. ഈ തവണയും അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ട, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ച, സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് ഇന്ത്യ മുന്നണിയും BJP-യും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് LDF-ന്റെയും UDF-ന്റെയും പ്രതിനിധികൾ രണ്ടായി നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്നുള്ളത് അവർ തമ്മിൽ ആലോചിക്കേണ്ട കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ LDF-ന്റെ നിലപാട് എന്തായിരിക്കും? അതുപോലെ തന്നെ LDF-ന്റെ പ്രതിനിധികൾ മത്സരിക്കുന്നിടത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും? കേരളത്തിലെ ജനങ്ങൾ കൗതുകത്തോടുകൂടി കാണാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇവർ ആര് ജയിച്ചാലും ഇവർ പിന്തുണക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെയാണ്. ഇടതുപക്ഷം പിന്തുണയ്ക്കാൻ പോകുന്നത് കോൺഗ്രസിനെയാണ്. അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെയാണ്. അതാണെങ്കിലും അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് സ്വാഭാവികമായും ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്തുണക്കാൻ കഴിയുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം എന്ന നിലയ്ക്ക് കോൺഗ്രസിന് മാത്രമേ കഴിയൂ. BJP വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് അവർ എക്കാലവും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി 3 മുന്നണികളെന്നോ 3 തരത്തിൽ നിൽക്കുന്ന കക്ഷികളെന്നോ എന്നുള്ളൊരു വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. കാരണം ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട അജണ്ട BJP വിരുദ്ധ ചേരി ഒരു ഭാഗത്തും BJP മുന്നണിയും വേറൊരു ഭാഗത്തുമായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ എന്ന് പ്രഖ്യാപിക്കും, എപ്പോ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ അപ്പുറം കൃഷ്ണദാസ്, ഇവിടെ BJP വിരുദ്ധ ചേരി എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് മറ്റിടങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മുന്നേറ്റം അത്ര പോലും ഇല്ലെങ്കിൽ പോലും കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ BJP-യിലെ പടലപ്പിണക്കം ഒരു പ്രധാന ഘടകമാണ്.
അവിടെയാണ് അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്കു കൂട്ടരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ യാത്ര നടത്തുന്നത്. ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ? അല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, കഴിഞ്ഞ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഈ തവണ അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, BJP വിരുദ്ധമായിട്ടുള്ള വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ അഭിപ്രായം തന്നെ സൂചിപ്പിച്ചത്, രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും അവർ ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. മറ്റൊന്ന്, BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിരന്തരമായി കോൺഗ്രസും LDF എടുത്തുകൊണ്ടിരിക്കുന്ന, UDF LDF പരസ്യമായി എടുത്തുകൊണ്ടിരിക്കുന്ന, പരസ്യവും രഹസ്യവുമായി അവർ എടുക്കുന്ന ഒരു നിലപാട് BJPയെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ്. അങ്ങനെ BJPയെ പരാജയപ്പെടുത്താൻ എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൽ രണ്ട് മുന്നണികളും പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ ശ്രീ കൃഷ്ണദാസ്, താങ്കൾ എന്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇടപെടുന്നത്. BJPയെ തോൽപ്പിക്കാൻ അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നു. ആയിക്കോട്ടെ, പക്ഷേ അവരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് BJP ഒറ്റക്കെട്ടായി ഇവിടെ നിൽക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായെങ്കിലും പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്കായിട്ടുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഒരു ഗാനം എങ്ങനെ വന്നു എന്നതിനെ പറ്റി വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ളിൽ നടക്കുകയാണ്. IT സെൽ മാധ്യമ സെൽ ചെയർമാൻ ജയശങ്കറിനെ മാറ്റണം എന്ന തരത്തിലുള്ള ആവശ്യം അധ്യക്ഷൻ മുന്നോട്ട് വെക്കുന്നു. അത് വേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം പറയുന്നു. ഇത് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ തുടർച്ചയാണ് എന്ന ആക്ഷേപം ഒരു വിഭാഗം ഉന്നയിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ളിലെ പടലപ്പിണക്കം പ്രശ്നങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നെങ്കിലും മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീ പ്രകാശ് ജാവ്ദേക്കർ ചെയ്യും. അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അതാത് ജില്ലകളുടെ അധ്യക്ഷന്മാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് രേണുക. അതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അതൊക്കെ ടെക്നിക്കലായി സംഭവിക്കുന്ന എറേഴ്സ് മാത്രമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. അതെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് പാർട്ടി. പിന്നെ താങ്കൾക്ക് BJPയെ സംബന്ധിച്ച് എന്റെ ഒരു ധാരണ, അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, സംഘടനാപരമായി BJPക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങേക്ക് എത്രത്തോളം ആധികാരികമായി അതിനെ സംബന്ധിച്ച് അറിവുണ്ട് എന്ന് എനിക്കറിയില്ല. അതൊന്നും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെയോ ഞങ്ങളുടെ പ്രവർത്തനത്തെയോ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതൊന്നും തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ BJP വിരുദ്ധ ചേരി ശക്തമായി സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ചില ഇടപെടലുകളിൽ മാത്രമായി അതിനെ കാണേണ്ടതുള്ളൂ. അതൊന്നും BJPയുടെ സംഘടനാ പ്രവർത്തനത്തെയോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ കേരളത്തിലെ പ്രവർത്തനത്തെയോ ബാധിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഞങ്ങൾ കാണുന്ന ഒരു വിഷയം, കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്ന് ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ LDFന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള വലിയൊരു പ്രചരണം ആ കാലഘട്ടത്തിൽ നടക്കുകയും LDFന്റെ തന്നെ വലിയ വിഭാഗം ആളുകൾ കോൺഗ്രസിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തവണ അത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവായി വരുമെന്ന് ഇന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരും വിശ്വസിക്കുന്നില്ല, ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കനൽത്തരി എന്ന് പറയുന്നത് അത് കിടാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ കേരളത്തിലുള്ളത്. അതേസമയം തന്നെ BJPയുടെ രാഹുൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല എന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകേണ്ടത് ഇടതുപക്ഷത്തിനാണ്. അതും ഉണ്ടാകില്ല എന്ന് പറയുന്നു. അതെ, അങ്ങനെ തന്നെയാണല്ലോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ദേശീയ തലത്തിൽ നടക്കുന്ന ചർച്ചകളും അവരുടെ പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങളും അവരുടെ സംഘടനക്കകത്ത് നടക്കുന്ന അവർക്കില്ലെങ്കിൽ പ്രഖ്യാപിക്കാമല്ലോ. ശരി, ഇന്ത്യ മുന്നണി പക്ഷേ ആ നിലയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് വരാം. ശ്രീ അരുൺകുമാർ, ഇവിടെ 2019 നിന്ന് വിഭിന്നമാണ് സാഹചര്യം എന്ന് താങ്കളും സൂചിപ്പിച്ചു. കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന ഒരു ധാരണയിൽ വോട്ട് ചെയ്തവർക്ക് അത്തരം ഒരു ധാരണ ഇപ്പോഴില്ല എന്നതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നോക്കൂ, ഇപ്പോൾ സമാനം തന്നെയാണ് സാഹചര്യം എന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ ഘട്ടത്തിൽ 2019 എന്തായിരുന്നു അവസ്ഥ, അതിൽ നിന്ന് ഭിന്നമായി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് പോലും ആളുകൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നിങ്ങളൊരു അലയൻസായി നിൽക്കുന്ന ഒരു സാഹചര്യം, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെ കഴിഞ്ഞ തവണ രാഹുലിനെ തള്ളിപ്പറഞ്ഞതുപോലെ എങ്കിലും തള്ളിപ്പറയാൻ പറ്റും എന്നതൊക്കെ സംശയമാണ്. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമല്ലേ ശരിക്കും 2019 അപേക്ഷിച്ച് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്? ഒരിക്കലല്ല. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടു. 29ഓളം രാഷ്ട്രീയ പാർട്ടികൾ 1, 2, 3 ഘട്ടമായി നടന്ന അതിന്റെ രൂപീകരണ തുടർ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഒരു വലിയ ചലനം ദേശീയ തലത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു.
പക്ഷേ അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനാണ്, മധ്യപ്രദേശ്, അതുപോലെ തെലങ്കാന, അത്തരം സംസ്ഥാനങ്ങളിൽ കൂടെ നിൽക്കുന്ന മുന്നണികളെ വിശ്വാസത്തിലെടുത്ത്, രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്ത് മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റി. നമുക്കറിയാം, അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പം നിതീഷ് കുമാർ അടക്കം ആ ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ ചർച്ചകളിൽ നേതൃത്വം കൊടുത്ത് നിന്നയാൾ പോലും പിന്നീട് തിരിച്ചു പോകാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. പല കാരണങ്ങളുണ്ട്, അതിൽ ചില കാരണങ്ങൾ ഗൗരവത്തോടെ ഈ രാജ്യം ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ SP-ക്ക് നിലവിലുള്ള സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് SP-യുടെ നേതാവ് ആവശ്യപ്പെടുമ്പോൾ അത് ചർച്ച നടന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഏകപക്ഷീയമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും അതിന്റെ ഭാഗമായി ആ അലയൻസ് പരാജയപ്പെട്ടത് നമ്മുടെ മുന്നിലുണ്ട്. രാജസ്ഥാനിലാണെങ്കിൽ പക്ഷേ അരുൺ, ആ സാഹചര്യം മാറിയില്ലേ? നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ കാര്യം നോക്കൂ. UP-യിൽ സീറ്റ് ഷെയർ സംബന്ധിച്ചുള്ള തീരുമാനമായിരിക്കുകയാണ്. ഡൽഹിയിൽ അവർ ഒരു ധാരണയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ഈ നിതീഷ് വിട്ടുപോകുന്ന സാഹചര്യം, ഇന്ത്യ മുന്നണി ആകെ തകർന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിന്ന് ആ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ മാറ്റമുണ്ടാകുന്നു, സഖ്യം കുറച്ചുകൂടി കെട്ടുറപ്പുള്ളതാകുന്നു, സീറ്റ് ഷെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയിലെത്തി ഒരുമിച്ച് പോകുന്നു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് ഞാൻ അതിലേക്കാണ് വരുന്നത്. ആ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞത് തെലങ്കാനയിലും അതുപോലെ രാജസ്ഥാനുമെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് അലയൻസ് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ആ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് കൂടുതൽ ശക്തിപ്പെടുകയും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം മുൻതൂക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസ് പാലിക്കേണ്ട ഒരു മിതത്വം, അതുപോലെ തന്നെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാൻ, ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഉറച്ചുകൊണ്ട് കൂടെയുള്ള പാർട്ടികളെ എല്ലാം വിശ്വാസത്തിലെടുക്കുന്നതിൽ ഒരു കുറവ് വന്നു. ആ കുറവ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കൂട്ടായിട്ടുള്ള ഇടപെടൽ നടക്കുകയാണ്. ഇപ്പോൾ രണ്ട് കക്ഷികളാണ് തിരിച്ചുപോയത്. ജനതാദൾ യു തിരിച്ചുപോയി, RLD തിരിച്ചുപോയി, ഒരു ഭാരതരത്ന കൊടുത്തതോടുകൂടി കൊച്ചുമകൻ തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി, ചരൺ സിംഗിന്റെ കൊച്ചുമകൻ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ രണ്ട് മുന്നണി പോയാലും ബാക്കിയുള്ളവരെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് രാജ്യത്താകമാനം നടക്കുന്നത്. കേരളത്തിലെ സാഹചര്യം എടുത്താൽ ഇടതുപക്ഷത്തിന്റെ ശക്തി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉയർന്നാൽ മാത്രമേ, എണ്ണം കൂടിയാൽ മാത്രമേ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടക്കൂ എന്ന ഒരു യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ രാജ്യത്തെ ബാധിക്കുന്ന, നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എത്രയോ നിയമ പോരാട്ടമാണ് CPM നടത്തിയത്. ഇപ്പൊ കാശ്മീരിനെ കീറിമുറിച്ചു. യൂസഫ് തരിഗാമി അടക്കം കാശ്മീരിലെ നേതാക്കന്മാരെ വീട്ടുതടങ്കലിൽ ഇടുന്ന സാഹചര്യം വന്നപ്പോൾ സുപ്രീം കോടതിയിൽ പോയി ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത് CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. സാധാരണ ഹേബിയസ് കോർപ്പസിൽ പ്രൊഡ്യൂസ് ദ ബോഡി എന്ന് പറഞ്ഞ് കോടതിയിൽ കൊണ്ടുവരാൻ പറയും, മരിച്ചോ ജീവിച്ചോ രൂപത്തിൽ. എന്നാൽ യെച്ചൂരിക്ക് കാശ്മീരിൽ പോയി കാണാനും അദ്ദേഹത്തെ പരിചരിക്കാനും എല്ലാം അവസരം കൊടുത്ത് നമ്മുടെ മുന്നിലുണ്ട്. ബിൽക്കിസ് ബാനു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സുഭാഷ്ണി അലി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അവ പ്രതികളെ മോചിപ്പിക്കാനുള്ള തീരുമാനം അവസാനിപ്പിച്ചുകൊണ്ട് പ്രതികളെ വീണ്ടും ജയിലിലാക്കി. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം വന്നപ്പോൾ BJP 6515 കോടി രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു, കോൺഗ്രസ് 1137 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിയമ പോരാട്ടം നടത്തി ആ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കുന്ന സാഹചര്യം. അതുപോലെ പാർലമെന്റിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം എണ്ണത്തിൽ കുറവാണെങ്കിലും കരുത്തുറ്റ ഇടപെടൽ നടത്തുന്നത് ഇടതുപക്ഷമാണ്. ഇവിടെ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട രാമനല്ല ഇന്ത്യയുടെ യഥാർത്ഥ രാമനെന്നും മഹാത്മാഗാന്ധി പറഞ്ഞ രാമൻ, ആ രാമൻ യഥാർത്ഥ രാമൻ, ആ രാമൻ ഇന്നതാണ് എന്നും ഇന്ത്യയുടെ പാർലമെന്റിലടക്കം ചർച്ചയിൽ ഏറ്റവും ആധികാരികമായി RSS നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ചത് ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മുത്തലാഖ് പരിഷ്കരണ നിയമമായാലും പൗരത്വ ഭേദഗതി നിയമമായാലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിന്റെ ചർച്ച നടക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ശക്തി ഇന്ത്യൻ പാർലമെന്റിൽ വർദ്ധിപ്പിക്കാൻ, അത് വലിയ രൂപത്തിൽ വർദ്ധിച്ചാൽ മാത്രമേ രാജ്യം നേരിടുന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അതിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കഴിയൂ എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ശക്തിയുള്ള മേഖലകളിലെല്ലാം പരമാവധി സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടക്കുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണ കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിജേഷ്, ഇവിടെ നിങ്ങൾ സിറ്റിംഗ് MP-മാരെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു സാഹചര്യമാണ് അരുൺ വിശദീകരിച്ചത്. കാരണം ഇവരുടെയൊക്കെ പ്രവർത്തനം എന്താണ് എന്ന വിലയിരുത്തൽ ഉണ്ടാകും. അവിടെ BJP-യെ നേരിടുന്നതിൽ ആരാണ്, സഭയ്ക്കുള്ളിലായാലും സഭയ്ക്ക് പുറത്തായാലും ആരാണ് മുന്നിൽ എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാകും. അതൊരു കാര്യം. ഇവർ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ എങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നതിൻ്റെ വിലയിരുത്തൽ ഉണ്ടാകും. മറ്റൊന്ന്, പൊതുവെയുള്ള വിഷയങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതലായി ഈ സംഭവങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന ഒരു വിലയിരുത്തലും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നത് ഒരു കാര്യം. മറ്റൊന്ന്,
2019 സാഹചര്യമല്ല മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് ഇപ്പുറത്തേക്ക് വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതും 2019 നിന്നുള്ള മറ്റൊരു വ്യത്യസ്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ആദ്യമായി നേരിടാൻ പോവുകയാണ്. അല്ല, ഒന്ന് സിറ്റിംഗ് എംപിമാരെ വീണ്ടും മത്സരിപ്പിക്കാൻ ധൈര്യം കാണിച്ചാൽ അവർ എത്രത്തോളം ജനകീയരായിരുന്നു എന്നുള്ളതിനുള്ള തെളിവ് തന്നെയാണത്. ഞങ്ങൾ ഒരു എം പിയും ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല, പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. പലതവണ സസ്പെൻഷൻ വാങ്ങിയ എം പിമാരാണ് ബി ജെ പിയോട് ഏറ്റുമുട്ടി, പലതവണ സസ്പെൻഷൻ ഏറ്റുവാങ്ങിയ എം പിമാരാണ് ഞങ്ങൾ. എല്ലാ എം പിമാരും ഒരാളെന്നില്ല, ഏറ്റവും ശക്തമായി ബി ജെ പിക്കെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന എം പിമാർ, ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ പാർലമെന്റ് ഉന്നയിച്ച, ജനകീയമായി ഉന്നയിച്ച എം പിമാരാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ രണ്ട്, ഇന്ത്യ മുന്നണി ബി ജെ പിയുടെ ആളുകൾ ചർച്ചയ്ക്ക് വരുമ്പോൾ നേരത്തെ INDIA എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഇന്ത്യ എന്ന് പറഞ്ഞതിലെത്തിയതിൽ ഏറെ സന്തോഷമുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണിയെ അംഗീകരിച്ചല്ലോ. ഞങ്ങളൊരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഭാരത് ന്യായ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളിലും പോയി പാർട്ടിയും മുന്നണിയും സംവിധാനവും കെട്ടിപ്പടുക്കാനുള്ള എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. UP ഇല്ല, നേരത്തെ അരുൺകുമാർ, ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. മധ്യപ്രദേശിൽ SP സീറ്റ് കൊടുത്തു കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ നമ്മൾ ധാരണയായി 17 സീറ്റ് കോൺഗ്രസ്, ബാക്കി സീറ്റിൽ നമ്മുടെ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നു. ആം ആദ്മിയും കോൺഗ്രസും നേരത്തെ ഏറ്റവും കൂടുതൽ പരസ്പരം ഏറ്റുമുട്ടിയത് ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ധാരണയിലെത്തിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ അഗാഡി നാളെ യോഗം ചേരുന്നുണ്ട്, അവിടെയും ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞു. ബീഹാറിൽ നമ്മൾ എന്തിന് നിതീഷ് കുമാറിനെ ന്യായീകരിക്കണം മിസ്റ്റർ അരുൺകുമാർ? ഇപ്പം ഏത് സമയത്തും ആയാറാം ഗയാറാം കളിച്ചതിൽ ഏറ്റവും മുന്നിൽ നിന്ന വ്യക്തിയാണ്. അവിടെ നമുക്കൊരു പ്രയാസവുമില്ല. കഴിഞ്ഞ ദിവസം അവിടെ തേജസ്വി യാദവ് നടത്തിയ ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ അണിനിരന്ന ജനലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മവിശ്വാസമാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിന് പുറത്ത് ബംഗാളിൽ പോലും CPM കോൺഗ്രസ് സഖ്യം വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനിടയ്ക്ക് CPM-നെതിരെ പറയാനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴ്ത്തിക്കെട്ടാനോ ഞങ്ങൾ തയ്യാറല്ല. കേരളത്തിനകത്ത് പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഏറ്റുമുട്ടുന്നുണ്ട്. അത് ദേശീയ വിഷയം പറയുമ്പോൾ, കേരള വിഷയം പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയും. ജനങ്ങൾ ആർക്കാണോ കൊടുക്കുന്നത് അവിടെ നമ്മൾ മത്സരിക്കും, ജയിക്കും. പിന്നെ BJP-യിലേക്ക് വരുമ്പോൾ കേരളത്തിനകത്ത് BJP കേന്ദ്ര നേതൃത്വത്തെ കാണിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തെ കാണിക്കാനുള്ള ചെറിയ കോപ്പുകളാണ്. കാരണം ഞങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടണം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു പദയാത്ര നിങ്ങൾ വിലയിരുത്തണം. കേരളത്തിനകത്ത് ഒരുപാട് രാഷ്ട്രീയ പദയാത്രകൾ നടന്നിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഇന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്ര എന്ന് പേരിട്ടിട്ടുള്ള ആ യാത്ര 6 കിലോമീറ്റർ നടക്കുന്നതിനെയാണ് പദയാത്ര എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം, കേരളത്തിന് ഏറ്റവും അപമാനിക്കുന്ന രീതിയിൽ SC/ST വിഭാഗവുമായി സംസ്ഥാന പ്രസിഡന്റ് ഭക്ഷണം കഴിക്കുന്നു എന്നൊരു പ്രചരണം നടത്താൻ ഉളുപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ട്? കേരളത്തിനകത്ത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരൊപ്പം K. സുരേന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നതിനെ ഹൈലൈറ്റ് ചെയ്യും. പിറ്റേ ദിവസം അത് പിടിക്കപ്പെട്ട സമയത്ത് ഉത്തരേന്ത്യയിൽ ഇതിന്റെ പകർപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുന്ന കേന്ദ്രത്തിനെതിരെ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം വന്നു, കേന്ദ്ര അഴിമതിക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു അലകും പിടിയും ഇല്ലാത്ത ഗിയറും ആക്സിലേറ്ററും ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് BJP കേരളത്തിൽ ഒന്നുമല്ല, NDA കേരളത്തിൽ ഒന്നുമല്ല, അത് ഞങ്ങളുടെ പ്രശ്നവുമല്ല. ഇങ്ങ് എടുക്കും എന്ന് പറഞ്ഞാൽ അങ്ങ് കൊടുക്കും എന്നേ പറയാനുള്ളൂ. ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷേ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ NDA ആര് കൂടുതൽ പ്രതിരോധിക്കും, അല്ലെങ്കിൽ അതിനെതിരായ പോരാട്ടം ആരാണ് മുന്നിൽ നിന്ന് നയിക്കുക എന്ന് നോക്കുമ്പോൾ CPM നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു അഡ്വാൻറ്റേജ് അവരെ സംബന്ധിച്ചുണ്ടോ? നിങ്ങൾക്ക് ആർക്കോട്ട് ചെയ്താലും കേന്ദ്രത്തിൽ എത്തുമ്പോൾ അത് BJP NDA ഇതര വോട്ടായി തന്നെയാണല്ലോ പ്രതിഫലിക്കുന്നത്. അതിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തി എന്തുകൊണ്ട് ഇത്തവണ LDF-നെ പരീക്ഷിച്ചുകൂടാ എന്നൊരു ചിന്ത ജനങ്ങൾക്ക് വന്നുകൂടെ? അതിനുള്ളൊരു സാഹചര്യമില്ലേ? ജനങ്ങൾ പരീക്ഷിച്ച പരീക്ഷണത്തിൻ്റെത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല ദിനങ്ങളാണ് ഇന്ന്. കഴിഞ്ഞ 2.5 വർഷം മുമ്പ് കൊടുത്ത ആ മാൻഡേറ്റ് 2019 മാൻഡേറ്റിൽ കേരളത്തിനെ സംബന്ധിച്ച് സാമ്പത്തികമായി ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതിനെതിരെ ഡൽഹിയിൽ പോയി ഒരു സമരം നടത്താൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ആരാണ്? നിങ്ങൾ അതിനകത്ത് ചേർന്നോ? നിങ്ങൾ സമരം ചെയ്തോ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ കേന്ദ്ര നയങ്ങൾ ജനങ്ങളെ വരിഞ്ഞു മുറുക്കുമ്പോൾ അവിടെ ആരാണ് സമരം ചെയ്യുന്നത്, ആരാണ് പോരാടുന്നത് എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായാൽ ഭരണത്തിന്റെ 9.25 വർഷവും കഴിഞ്ഞ് 10 ആവുന്ന സമയത്ത് റെയിൽവേയിലെ നിയമന നിരോധനത്തിനെതിരെ മനുഷ്യച്ചങ്ങല കെട്ടുക എന്ന് പറഞ്ഞാൽ മഹാസംഭവമാണ് എന്ന് ആരെങ്കിലും മാധ്യമപ്രവർത്തകർ പറഞ്ഞാൽ അത് തെറ്റാണ് എന്നേ പറയാനുള്ളൂ. എന്തുകൊണ്ട് നേരത്തെ സമരം ചെയ്തില്ല? കേന്ദ്രത്തിനെതിരെ എന്തുകൊണ്ട് സമരം ചെയ്തില്ല? എന്തുകൊണ്ട് കേന്ദ്രം ചെയ്ത കാര്യങ്ങളെ പറ്റി മുന്നോട്ട് വെച്ചില്ല? ഞങ്ങൾ ചെയ്തല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ തിരുവനന്തപുരത്ത് അടുപ്പുകൂട്ടൽ സമരം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM.
ഗ്യാസും കുറ്റി വെച്ച് എല്ലാ പഞ്ചായത്തുകളിലും സമരം ചെയ്ത പ്രസ്ഥാനമാണ് CPM. അന്ന് ഗ്യാസിന്റെ വില 340 നിന്ന് 380 ആക്കി. അടുക്കളയിലെ അഗ്നി അരങ്ങത്തേക്ക്, തെരുവിലേക്ക് എന്ന് പറഞ്ഞു. അത് 1150 ആയ സമയത്ത് DYFI നടത്തിയ ഒരു സമരത്തെ, LDF നടത്തിയ ഒരു സമരത്തെ, ഒരു അടുപ്പ് കൂട്ടൽ സമരത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഈ ചരിത്രത്തിൽ 10 വർഷത്തിനിടയ്ക്ക് മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെതിരെ CPM നടത്തിയ സമരം പോലെ നരേന്ദ്രമോദിക്കെതിരെ CPM നടത്തിയ 9.25 വർഷക്കാലം നടത്തിയ ഒരു സമരം നിങ്ങൾക്ക് രേഖപ്പെടുത്തി ഒരു സമരം അങ്ങനെയാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ പിണറായി വിജയനും ഭാര്യയും അടുപ്പ് കൂട്ടൽ സമരം നടത്തിയത് മൻമോഹൻ സിംഗിനെതിരെയായിരുന്നു. ആ അടുപ്പ് കൂട്ടൽ സമരം 1150 വർദ്ധിപ്പിച്ചപ്പോൾ നടത്തിയിട്ടില്ല. അതിനുശേഷം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ലോകത്ത് ഏറ്റവും കൂടുതൽ വില കൂടിയ സമയത്ത് 1 രൂപ കൂട്ടിയപ്പോൾ ഇവിടെ സമരം നടത്തിയ ആളുകൾ നികുതി 50-50 ആയി പിടിച്ചെടുക്കുന്ന സമയത്ത് ഒരു സമരം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ, യാത്രയാക്കാൻ മന്ത്രിസഭാ യോഗം പോലും മാറ്റിവെച്ച് പോയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ കാലം എന്തുകൊണ്ടാണ്? സ്വന്തം മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അന്വേഷണ കമ്മീഷനുകളെ നിർത്താൻ വേണ്ടിയിട്ടാണ്. സമരം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയിട്ട് അവസാനം സമ്മേളനമാക്കിയും നമ്മൾ കണ്ടതാണ്. കേന്ദ്ര വിരുദ്ധ സമരത്തിൽ CPM-ന് കേരളത്തിൽ മൂർച്ചയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ ഞാൻ മാധ്യമ പ്രവർത്തകരെ ഞാൻ വെല്ലുവിളിക്കുന്നു. 9.25 വർഷത്തിനിടയ്ക്ക് CPM-ഓ DYFI നടത്തിയ ഒരു സമരം, ഒരു കേന്ദ്ര വിരുദ്ധ സമരം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം മുഴുവൻ വീഴുന്നതാണ്. അതിന്റെ കാര്യമാണല്ലോ ചൂണ്ടിക്കാട്ടിയത്. സാമ്പത്തികമായി ഉള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഡൽഹിയിൽ നടത്തിയ ഒരു സമരം ഞാൻ ചൂണ്ടിക്കാട്ടിച്ചു. എന്തുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കെടുത്തില്ല എന്നുള്ള കാര്യം ചോദിച്ചു. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ, നമ്മളുടെ കേരളത്തിലുള്ള സാഹചര്യമല്ല, ദേശീയ തലത്തിൽ നോക്കിയാൽ 411 MLA-മാരെ BJP കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസിലെ എത്ര പേർ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഇന്ന് BJP-ക്കെതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച് ആളുകൾ വോട്ട് ചെയ്യുന്നവർ നാളെ BJP ആയി മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ ആരാണ് അതിശക്തമായി, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ പോരാട്ടം നടത്തുക? ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നത്? ആരെ വിശ്വസിക്കുമെന്ന് ജനങ്ങൾ ചോദിച്ചാൽ ഈ കണക്കുകളും നിങ്ങൾക്ക് തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ പ്രൊപ്പഗൻഡ ഇന്ത്യ രാജ്യത്തെ മാധ്യമങ്ങളെ നിങ്ങൾ എടുക്കുക. എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനപ്പുറത്ത് BJP-യെ പ്രകീർത്തിക്കുന്ന മാധ്യമങ്ങളായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ മാധ്യമങ്ങൾ മാറി? എന്തുകൊണ്ട്? നിങ്ങൾ മറുപടി പറ. എന്തുകൊണ്ട് മാറി? ഉത്തരമുണ്ട്, കൃത്യമായിട്ട് ഉത്തരമുണ്ട്. കേന്ദ്ര ഏജൻസികളെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് BJP നിലനിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ആദർശ കുംഭകോണത്തിന്റെ പേരിൽ മഹാരാഷ്ട്രയിൽ സമരം നടത്തി ഒരു മുഖ്യമന്ത്രി താഴെ ഇറങ്ങിപ്പോയി. ആ മുഖ്യമന്ത്രിയെ ഒരു പ്രയാസവുമില്ലാതെ സ്വീകരിച്ച് പിറ്റേ ദിവസം MP ആക്കി BJP. ഒരു പ്രതികരണം ഉണ്ടായോ? നിങ്ങൾ അവിടെ കോൺഗ്രസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ, കോൺഗ്രസിനെ കോർണർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്ത് ED ഉപയോഗിച്ച് നടത്തിയ, അല്ലെങ്കിൽ CBI ഉപയോഗിച്ച് നടത്തിയ, NIA ഉപയോഗിച്ച് നടത്തിയ അന്വേഷണങ്ങളെ, അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളെ നിങ്ങൾ അവഗണിക്കുന്നു. നമ്മൾക്കറിയാം, P. ചിദംബരത്തെ ജയിലടച്ചു, DK ശിവകുമാറിനെ ജയിലടച്ചു, അസംഖ്യം കോൺഗ്രസ് നേതാക്കളെ പല കാരണങ്ങൾ പറഞ്ഞ് ജയിലടച്ചു, സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ എല്ലാം നിരത്തി വേട്ടയാടി. അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. സെറ്റ്ബാക്സ് ഉണ്ടായിട്ടുണ്ട്. ആ സെറ്റ്ബാക്സ് ജീവിതത്തിന്റെ സായന്തനത്തിൽ ജയിലിൽ കിടക്കണോ അതോ ഞങ്ങളോടൊപ്പം വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ വഴിമാറ്റിപ്പോയാൽ അത് കോൺഗ്രസിന് തെറ്റല്ല. ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾക്കറിയാം 56 കോടി രൂപ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഒരു ദിവസത്തെ ചർച്ചയ്ക്ക് ഇന്ത്യ രാജ്യത്തെ മാധ്യമങ്ങൾ തയ്യാറായോ? BJP ഇതേപോലെ തന്നെ BJP-യുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസ നികുതിയായി പോയിട്ടുണ്ടോ? നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായോ? കോൺഗ്രസിന് 56 കോടി രൂപ കോൺഗ്രസിന്റെ ഫണ്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് 23-ാം മണിക്കൂറിൽ തട്ടിയെടുത്തു, പിടിച്ചെടുത്തു. ഒരു ചർച്ചയ്ക്ക് തയ്യാറായോ? ഇല്ല. അവിടെ മൗനമാണ്. എന്തുകൊണ്ട് മൗനം? ഇന്ന് മൗനപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ നമ്മൾക്ക് നേരെയും വരുമെന്ന കൃത്യമായ ചിന്ത, ആ ഒരു പേടി. കാരണം ഇന്ത്യ രാജ്യത്ത് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല മാധ്യമങ്ങൾക്കുമുണ്ട്. ആ മാധ്യമങ്ങളെയും വിചാരണ ചെയ്യേണ്ട സാഹചര്യം. ഞാൻ ചോദിക്കുന്നു, മണിപ്പൂരിൽ മെയ് മാസം 3-ാം തീയതി കലാപം നടന്നിട്ട് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അതിനിടയ്ക്ക് എത്ര മാധ്യമങ്ങൾ മണിപ്പൂരിലെ വംശഹത്യയെ, 400 ചില്ലാനം പള്ളികൾ തകർത്തെറിഞ്ഞതിനെ പറ്റി ഒരു ചർച്ച നടത്തി? നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും മണിപ്പൂരിൽ എന്തുകൊണ്ട് പോയില്ല എന്നൊരു ചർച്ച നടത്തി. ആരാധനാലയങ്ങൾ തകർന്നു വീഴുമ്പോൾ ഇന്നും 50,000 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് എന്നതിനെ പറ്റി ഒരു ചർച്ച നടത്തിയിട്ടില്ല. ആ ചർച്ച നടത്തില്ല. ആ ചർച്ച നടത്താതിരിക്കാൻ കാരണമുണ്ട്. അവിടെ കടന്നുപോയത് രാഹുൽ ഗാന്ധിയാണ് എന്ന് എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തില്ല? അത് ആ ചർച്ചകൾ കോൺഗ്രസിനെ നിങ്ങൾ സൈലന്റ് ചെയ്യുമ്പോൾ ശരി. ശ്രീ P. കൃഷ്ണദാസ്, ഇവിടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ പറയുന്നു, ഇന്ത്യ മുന്നണി കുറച്ചുകൂടി ശക്തമായ നിലയിൽ വരുന്ന ഒരു സാഹചര്യം ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്നുണ്ട്. കേരളത്തിലേക്ക് തന്നെ വന്നാൽ നോക്കൂ,
BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ചില സുവർണാവസരങ്ങൾ നിങ്ങൾ കണ്ടിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത്തവണ നിങ്ങൾ വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്തിലാണ്? കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സാധ്യതകൾ എന്തിലൊക്കെയാണ്? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾക്കും നയങ്ങൾക്കും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ വികസനത്തിന് വേണ്ടി അത് ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് വ്യത്യസ്ത മേഖലകളിലുള്ള കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർക്കത് ബോധ്യം വന്നിട്ടുണ്ട്. അവർക്കത് അനുഭവഭേദ്യമായി തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർവമാന മേഖലകളിലും പ്രത്യേകിച്ച് സേവന മേഖലകളിൽ കൊണ്ടുവന്നിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാം പിന്തുണ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അക്കാര്യത്തിനകത്തില്ല. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഗ്യാസിന് വല്ലാതെ വില വർദ്ധിച്ചു എന്നാണ്. 2014 ജാനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗ്യാസിന്റെ വില 1100 മുതൽ 1240 രൂപ വരെയാണ്. ഇപ്പോഴത്തെ ഗ്യാസിന്റെ തിരുവനന്തപുരത്തെ വില 912 രൂപയാണ്. ഇത് 2023-ലും 2024-ലും 2023-24 കാലഘട്ടത്തിലും 2013-14 കാലഘട്ടത്തിലും ഗ്യാസിന്റെ വില ഇപ്പോഴത്തെ കുറവാണ്. സബ്സിഡി ഇല്ല സർ. സബ്സിഡി കിട്ടുന്നുണ്ടോ? ഇപ്പോ സബ്സിഡി ഇല്ല. സബ്സിഡി ഇല്ല. അന്ന് ഗ്യാസിന് വില അത്രയും ഉണ്ടായിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് സബ്സിഡിയോടെ ഗ്യാസ് വാങ്ങാൻ കഴിയുമായിരുന്നു. അവർ അക്കൗണ്ടിലേക്ക് പൈസ എത്തുമായിരുന്നു. അത് കോവിഡിന്റെ മറവിൽ അതൊക്കെ എടുത്ത് മാറ്റി. 150 രൂപ കഴിഞ്ഞു കുറച്ചത്. അത് രേണുക നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സബ്സിഡി മാറ്റിയത് അറിഞ്ഞിട്ടില്ല. 6 മാസമായിട്ട് നമ്മുടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ കൂടി പറയാലോ. അല്ല, ഉജ്ജ്വൽ യോജന എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഗ്യാസ് കൊടുത്ത് പട്ടിണിയിലാക്കിയ എനിക്ക് ഗ്യാസ് കണക്ഷൻ ഉള്ള ആളാണ്. കൃത്യമായി ആ പൈസ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നു. കോവിഡിന് ശേഷം വന്നിട്ടില്ല. എനിക്ക് മാത്രമാണോ വരാത്ത എനിക്ക് അറിയില്ല. എനിക്ക് വന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് കോവിഡിന് ശേഷമല്ല, കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തില്ല. അല്ല, വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. അല്ല, എനിക്ക് പറയാം. നിങ്ങളുടെ അവകാശവാദങ്ങളും ഇതും കഴിഞ്ഞാൽ എനിക്ക് പറയാലോ. അതിന് തടസ്സമില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ഗ്യാസ് കണക്ഷന്റെ സബ്സിഡി ഉപേക്ഷിക്കാൻ കഴിയുന്ന ആളുകളോട് അത് ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ഗുണഭോക്താക്കളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയപ്പോ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ തരത്തിൽ ഞാനടക്കമുള്ള ആളുകൾ, എനിക്ക് എന്റെ കാര്യം പറയാം, നിങ്ങളത് ചെയ്തോന്ന് എനിക്കറിയില്ല, ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സബ്സിഡി കൊടുക്കുന്നതിന് വേണ്ടി പണമുള്ള ആളുകൾ, വരുമാനമുള്ള ആളുകൾ, പൈസയുള്ള ആളുകൾ, ജീവിത നിലവാരം ഉയർന്ന ആളുകൾ അവരോട് കേന്ദ്ര ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന വെച്ചിരുന്നു. ഞാനടക്കമുള്ള BJPക്കാർ, നിരവധി ആളുകൾ ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള സബ്സിഡികൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ച ആൾക്കാർ. ഞാൻ അങ്ങനെ ഒരു അഭ്യർത്ഥന കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് അതിന് അർഹതയില്ലെങ്കിൽ അതെന്നെ അറിയിക്കുക. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള അവകാശമെങ്കിലും സാധാരണക്കാർക്കില്ലേ? ഇനിയിപ്പോൾ എനിക്കില്ലെങ്കിൽ വേണ്ട, സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ? അതിൽ താങ്കൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്റെ കാര്യം എന്ന് താങ്കൾ പറഞ്ഞു, താങ്കൾ വേണ്ട എന്ന് വെച്ചു, കിട്ടുന്നില്ല. ഓക്കെ, സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ? കുറച്ച് പൈസ കൂടി നിന്നതിൽ നിന്ന് കുറവ് വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. അല്ലാണ്ട് സബ്സിഡി ആയിട്ട് ആളുകൾക്ക് പൈസ കിട്ടുന്നില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പൊതുപ്രവർത്തകനായിട്ട് താങ്കൾ അത് മനസ്സിലാക്കിയിട്ടില്ലേ? അല്ല, ഇന്ത്യ രാജ്യം ഭരിക്കുന്നവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇങ്ങനെ ജനങ്ങളോട് ഇന്ത്യ രാജ്യം സംഭവിച്ചില്ല കൃഷ്ണദാസ്, എന്തെങ്കിലും പറയരുത്. ഉദ്ദേശിക്കുന്ന സബ്സിഡിയെ കുറിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്സിഡിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ്. 8 കോടിയോളം ആളുകൾക്കാണ്, കുടുംബങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ഒട്ടാകെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് അതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഈ രാജ്യത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് 29 രൂപയ്ക്ക് ഭാരത് അരി വന്ന സമയത്ത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയാണ് 2 രൂപയ്ക്ക് റേഷൻ കട വഴി കൊടുക്കുന്ന അരിയാണ് 29 രൂപയ്ക്ക് കൊടുക്കുന്നത് എന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് മറിച്ച് എന്ത് പറയാനാണ്? 29 രൂപയ്ക്ക് കിട്ടുന്ന അരിയും
റേഷൻ കടയിൽ കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായി നമ്മളുടെ വിഷയം ഇന്ന് പ്രധാനമായും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. 29 രൂപയുടെ അരിയിൽ മോദിയുടെ പടം വെച്ച അരിയും ഈ പദയാത്രയിലെ SC/ST-കൾക്കൊപ്പമുള്ള ഭക്ഷണവും എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഇതിന്റെ ഒക്കെ വിലയിരുത്തലും വിധിയെഴുത്തുമായിരിക്കും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അല്ല, SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപമാനം തോന്നുന്നു? ഇല്ല, അങ്ങനെ കഴിക്കുന്നതിലൊന്നുമില്ല. അതൊക്കെ എന്തോ മഹാസംഭവമാണ്, എന്തോ ഔദാര്യമാണ് എന്ന രീതിയിൽ പോസ്റ്റർ അടിക്കുന്നതിലാണ് പ്രശ്നം. അതൊരു ഔദാര്യമായിട്ട് പോസ്റ്റർ അടിച്ച് കാണിക്കുന്നതിലാണ് അല്പത്തം. ഇല്ല, അങ്ങനെ അല്പത്തം ഇല്ലല്ലോ അതിനകത്ത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അല്പത്വം അതിനകത്ത് കാണുന്നില്ലല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് അതിനകത്ത് അല്പത്തം കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ താങ്കൾ അതിനെ ന്യായീകരിക്കുമ്പോൾ നോക്കൂ, ഇത് ഇത്രയും വിവാദമായതിനു ശേഷവും അതിൽ എന്താണ് ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് താങ്കളുടെ ഈ വിശദീകരണം സൂചിപ്പിക്കുന്നത്. അല്ല രേണുക, ഞാൻ ഉദ്ദേശിച്ച കാര്യത്തെ അങ്ങ് വളച്ചൊടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടിട്ടുള്ള നിരവധി സംഘടനകളുമായി അതിന്റെ നേതാക്കന്മാരുമായി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP-ക്കകത്തും അവരുമായി സംസാരിക്കണം, അവരെ കേൾക്കണം, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. പക്ഷേ അവരുമായി ഭക്ഷണം കഴിക്കുന്നു എന്നത് പോസ്റ്ററിൽ അച്ചടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മോശമാണ്. അതെങ്കിലും മനസ്സിലാക്കൂ. ലൈഫിൽ കുറച്ച് പൈസ കൊടുത്ത് അവർക്കൊരു വീട് വെച്ചിട്ട് അതിന്റെ അവരെ അപമാനിക്കുന്ന തരത്തിൽ അവിടെ മുദ്ര ചെയ്യണം, ഞങ്ങളുടെ പേര്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടിയ ഔദാര്യമാണെന്ന് മുദ്ര ചെയ്യണം എന്ന് പറയുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സമീപനം ഇതാണ്. കേരളത്തിൽ എവിടെയാണ് ഭക്ഷണത്തിൽ ഹോട്ടലിലാണ്, ഏത് കല്യാണത്തിനാണ്, അവകാശവാദത്തിനും അർഹതയില്ലാത്ത ആളുകൾ നിരന്തരം ഫ്ലെക്സ് കൊണ്ടുവന്ന് വെക്കുന്ന മന്ത്രിമാരും ആളുകളുമുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുള്ള സംസ്ഥാനത്താണ് 1 രൂപയുടെ പോലും സംസ്ഥാന ഗവൺമെന്റിന് പണം മുടക്കില്ലാത്ത, 1 രൂപയുടെ പോലും സംസ്ഥാന ഗവൺമെന്റിന് പങ്കാളിത്തമില്ലാത്ത പദ്ധതികളിൽ പോലും പണം കൊണ്ടുവന്ന് വെക്കുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പല പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിൽ നിരന്തരമായി ഫ്ലെക്സ് കൊണ്ടുവെക്കുന്ന ആളുകളാണ്. ഹൈവേയിൽ ഫ്ലെക്സ് വെക്കുന്നത് പോലാണോ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തിട്ട് അവിടെ നിങ്ങൾ പറയുന്ന ഈ മുദ്രണം? ഗ്യാസിനെ കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. നിങ്ങൾ ഗ്യാസിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ തർക്കം തുടങ്ങിയത്. ഞാൻ ആ തർക്കത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഇനി നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. ഈ പാനലിൽ ഇരിക്കുന്ന ആളുകളിൽ എത്ര പേർ അത് ഉപേക്ഷിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്? ശ്രീ നിജേഷിനാണെങ്കിലും ശ്രീ അരുണിനാണെങ്കിലും സാമാന്യമായ വരുമാനം ഉണ്ടാകുമല്ലോ. നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ സബ്സിഡി ഉപേക്ഷിച്ചോ? നിങ്ങൾക്ക് കിട്ടുന്നില്ല, വേണമൊക്കെ ഉപേക്ഷിച്ചോ? ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നത് ഞാൻ പറഞ്ഞല്ലോ. ശ്രീ പി കൃഷ്ണദാസ്, എന്റെ സാമ്പത്തിക നില നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വേണമെങ്കിൽ പരിശോധിക്കാം. അങ്ങനെ ഒരു സതുദ്ദേശപരമായി ഉണ്ടായിരുന്നെങ്കിൽ അതിന് എത്ര ക്യാമ്പയിൻ നടത്തി, എത്ര പേരെ നിങ്ങൾ അതിന് സജ്ജരാക്കി, അതിന്റെ മറവിൽ ബാക്കിയുള്ളവരുടെ സബ്സിഡി ഇല്ലാതാക്കുന്നതാണോ അതിനുള്ള ശരിയായ മാർഗം? സബ്സിഡി ഇല്ലാതായത് ഏത് കാലഘട്ടത്തിലാണ്? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊറോണയുടെ കാലഘട്ടങ്ങളിൽ, ഇതിനുശേഷം ഉണ്ടായിട്ടുള്ള കാലഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് കോവിഡ് വാക്സിൻ അടക്കം, ഈ രാജ്യത്ത് കോവിഡ് വാക്സിൻ സാധാരണക്കാർക്ക് സൗജന്യമായി നൽകിയപ്പോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് വാക്സിൻ കൊടുത്തത് എങ്ങനെയാണ്? എത്ര രൂപയുടെ വാക്സിനാണ് അവർക്ക് വേണ്ടി? നരേന്ദ്രമോദിയുടെ ഫോട്ടോ അടിച്ചു കൊടുത്തു. ഈ സബ്സിഡി എടുത്താണ് ഫോട്ടോ അടിക്കാത്ത ധാരാളം ആളുകളുണ്ടല്ലോ അരുൺകുമാർ. ഈ സംസ്ഥാനത്തെ ഫോട്ടോ അടിക്കാത്ത ഫ്ലെക്സ് വെക്കാത്ത ധാരാളം മന്ത്രിമാരുണ്ടല്ലോ. അപ്പൊ താങ്കൾക്കത് തുടരണം. അതെനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മുഖ്യമന്ത്രിയുടെയും വാക്സിന്റെ രേഖയിൽ വരെ ഫോട്ടോ അടിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. ഇപ്പൊ അരി മേടിക്കുന്ന ചാക്കിൽ മാത്രമല്ല, ഒരു വാക്സിൻ കൊടുത്താൽ, പണം കൊടുത്ത് വാക്സിൻ എടുത്താൽ പോലും ആ വാക്സിന് കൊടുത്ത സർട്ടിഫിക്കറ്റിൽ വരെ ഫോട്ടോയാ. ഫോട്ടോ വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ മുഖ്യമന്ത്രിയും PWD മന്ത്രിയും ഒരു വീട്ടിൽ നിന്ന് 2 പേരുടെ ഫോട്ടോ വെക്കുന്ന എത്രയോ അവസരങ്ങൾ കണ്ടിട്ടുണ്ട്, എത്രയോ വിഷയങ്ങൾ കണ്ടിട്ടുണ്ട്. ശരി, എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ബ്രേക്കിന് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അരുൺകുമാറിലേക്ക് തിരിച്ചെത്താം. വീണ്ടും ചർച്ചയിലേക്ക് നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ശ്രീ അരുൺകുമാർ, ഇവിടെ 2004 ശേഷം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥിതി ഒട്ടും ആശ്വാസകരമല്ല. ഇതിപ്പോൾ
2004 സാഹചര്യമല്ല, ഇപ്പോൾ നിങ്ങളിവിടെ ഭരണത്തിലിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് പരിഗണിക്കപ്പെടുക എങ്കിൽ പോലും ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, അത് സപ്ലൈകോയിൽ സാധനമില്ലാത്തതായാലും മറ്റ് തരത്തിലൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായാലും ഏറ്റവും ഒടുവിൽ ഈ TP കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന വിഷയങ്ങളായാലും ഒരു പക്ഷേ ജനങ്ങളെ സ്വാധീനിച്ചുകൂടായികയില്ല. അപ്പോൾ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെ നിങ്ങൾ കാണുന്നത്? രേണുക, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കുറച്ച് നുണകളുണ്ട്. ഇവിടെ എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ കൊടുത്ത് സബ്സിഡി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവസാനത്തെ 3-4 വർഷത്തെ കാര്യങ്ങൾ, ഈ രാജ്യത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ BJPയുടെ പ്രതിനിധികൾക്ക് പോലും അറിയില്ല എന്നതാണ് അതിന്റെ സത്യം. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാപ്സൂൾ പഴയ ക്യാപ്സൂളാണ്. പലർക്കും കണക്ഷൻ കൊടുത്തു, ഉജ്ജ്വല വലിയ രീതിയിൽ ഗ്യാസ് കണക്ഷൻ കൊടുത്തു. പക്ഷെ ആ ഗ്യാസ് നിറയ്ക്കുവാനോ അല്ലെങ്കിൽ ആ ഗ്യാസ് കുറ്റി വീണ്ടും നിറച്ച് ഉപയോഗിക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ ആ ഗ്യാസ് കുറ്റിയൊക്കെ പലരും കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞ ഒരു ജീവിത യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 2 കോടി ആളുകൾക്ക് ഒരു വർഷം പുതുതായി തൊഴിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 10 വർഷം കൊണ്ട് 20 കോടി ആളുകൾക്ക് പുതുതായി യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. 45 വർഷത്തെ ഈ രാജ്യത്തിന്റെ കടുത്ത തൊഴിലില്ലായ്മയിലൂടെ പോകുന്നു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും, കർഷകർക്ക് താങ്ങുവില നിശ്ചയിക്കും, സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് കർഷകർ ഉജ്ജ്വലമായിട്ടുള്ള സമരം ഈ രാജ്യത്ത് പല ഘട്ടത്തിലായി ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഏതു വാഗ്ദാനമാണ് ജനങ്ങൾക്ക് കൊടുത്തത് ഇവർ പാലിച്ചത്? ഒരു ഘട്ടത്തിൽ പോലും ഒരു വാഗ്ദാനവും പാലിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ലേബർ കോഡ് അടക്കം നടപ്പാക്കി തൊഴിലാളി വർഗത്തിന്റെ ജീവിക്കാനുള്ള അവകാശത്തെയൊക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ രംഗത്ത് ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറയ്ക്കുന്നു. അതുപോലെ കക്കൂസ് വീട്ടിൽ ഉള്ളവരെല്ലാം ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ് എന്ന് രേഖ മാറ്റി വരച്ചുകൊണ്ടൊന്നും പ്രയോജനപ്രദമല്ല. പട്ടിണിയുടെ കാര്യത്തിൽ ഈ രാജ്യം 117ാമതായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ യാഥാർത്ഥ്യം ജനങ്ങൾ ഗൗരവമായി പരിശോധിക്കും, തെരഞ്ഞെടുപ്പിൽ ഗൗരവത്തോടെ പരിശോധിച്ച് വോട്ട് ചെയ്യും. അതുകൊണ്ട് BJPയുടെ നില പരിങ്ങലിലാണ് എന്നുള്ള യാഥാർത്ഥ്യം കറക്റ്റാണ്. പിന്നെ കേരളത്തിലേക്ക് വന്നാൽ നിങ്ങൾ വടക്കേന്ത്യയിൽ പല നമ്പറും കാണിച്ച് വിജയിക്കും. ആ നമ്പറൊക്കെ ഇവിടെ ഏക്കുമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഏക്കൂല. എന്തൊക്കെയാണ്? SC/ST നേതാക്കന്മാർക്കൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് ഫ്ലക്സ് അടിച്ച് പ്രചരിപ്പിച്ചിട്ട് അത് വലിയ നേട്ടമാണെന്ന് ഇപ്പോഴും പ്രചരിപ്പിക്കുകയാണ്. ജനങ്ങൾ അത് കഴിഞ്ഞ 2-3 ദിവസമായി നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ കേന്ദ്രത്തിന്റെ ഈ കൊടും അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അതിൽ വലിയ തെറ്റൊന്നുമില്ല. അത് ജനങ്ങൾ ഏറ്റുവാങ്ങും. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന മുന്നണി പാർട്ടി എന്ന രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും വലിയ തരത്തിൽ സാമ്പത്തിക ഉപരോധത്തിനിടയിലും ആശ്വാസകരമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള സമരം ഡൽഹിയിലടക്കം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ബുദ്ധിമുട്ടുകളെ ഞങ്ങൾ അതിജീവിക്കും. വിവാദത്തിൽ അത് ജാതിബോധ ചിന്തയിൽ നിന്നുണ്ടായതാണ് എന്ന വിമർശനം ഉയരുമ്പോൾ അതിലൊരു തിരുത്തുകൂടി താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി ഒരു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോ വലിയ ജാതി വിവേചനം നേരിട്ടു എന്ന്. ആ സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണോ നമ്മൾ സംസാരിക്കുന്നത്? ആ മന്ത്രിയോടൊപ്പം ഇരുന്നുകൊണ്ടാണോ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഈ സംസാരം നടത്തുന്നത്? ഈ കേരളത്തിലെ അങ്ങനെ തമ്മിലുള്ള ബന്ധം എന്താണെന്നോ വീണ്ടും താങ്കൾ അതിനെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നതാണ്. എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയത്താണ് ഭക്ഷണം കൊടുത്തേ കുമ്പിളിൽ ഭക്ഷണം കഴിച്ച കെട്ട കാലമൊക്കെ കഴിഞ്ഞു. അത് വേറെ ആളുകൾക്ക് സംസാരിക്കാനാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ പൂർത്തിയാക്കാമല്ലോ. ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്നും വികസനം എന്താണെന്നും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് എന്താണ് കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ളതെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അവർക്ക് വികസനത്തിന്റെ കാര്യങ്ങളും അവർക്ക് കിട്ടിയുള്ള ക്ഷേമ പദ്ധതികളും നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പായ കൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലാതെയാക്കുന്നതാണോ? ഒരാൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പായ കൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ഇല്ലാതെയാക്കുന്നതാണോ? അതാണോ ഇടതുപക്ഷം നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായി കാത്തിരിക്കാം. അവസാന ചിത്രം തെളിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ P കൃഷ്ണദാസ് ചർച്ചയിൽ പങ്കെടുത്തത്. അന്ത്യചർച്ച പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ ചാനൽ കാണാം. നമസ്കാരം. കയ്യിലെ പണം വെറുതെ